നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂച്ചക്കാട് കവർച്ചാ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രവാസിയായ മജീദിന്റെ വീട് കുത്തിത്തുറന്ന 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് പ്രതി കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനെ പൂച്ചക്കാട്ട് തെളിവെടുപ്പ് നടത്തിയത്. നീലേശ്വരം കോട്ടപ്പുറത്ത് ക്ഷേത്രം കുത്തിത്തുറന്ന കവർച്ച. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം സിറ്റി ന്യൂസിന് ലഭിച്ചു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പുടപെടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്ത് കൊയ്മ ശ്രീ വയനാട്ടുകുലവൻ ദേവികിട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ കൂവം അളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലത്ത് വിളയിച്ച് എടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചു. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കിയ സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ്. ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സംഗമം RK മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൂട്ടം സർഗാത്മക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒഴിഞ്ഞവളപ്പ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തുടർച്ചയായി 16 വർഷക്കാലമായി നടത്തിവരുന്ന പ്രിയദർശിനി സെവൻസിന്റെ ഈ വർഷത്തെ ഫൈനൽ മത്സരത്തിൽ അബി ഫ്രണ്ട്സ് ബത്തേരിക്കൽ ബാസ്ക് പടന്നയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ജേതാക്കളായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഭർത്തൃമാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ. യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ സുഫൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് ആദിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും BNS 85 പ്രകാരം ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നിവ പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയത്. ആദിലിന്റെ മാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. കാസർഗോഡ് ചർലടുക്ക സ്വദേശിനി ഫാത്തിമത്ത് സുഫൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർത്തൃവീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 12:30 മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് 1ാം വിവാഹ വാർഷികം നടക്കുവാനിരിക്കെയാണ് സുഫൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മാതാവ് കൂടിയായിരുന്നു ഫാത്തിമത്ത് സുഫൈദ. സംഭവത്തിന് പിന്നാലെ ഭർത്തൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കുവാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഭർത്താവിൻ്റെയും ഉമ്മയുടെയും ഭാഗത്തു നിന്ന് യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃവീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. സുഫൈദയുടെയും ആദിലിൻ്റെയും പ്രണയ വിവാഹമായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടില്ലെന്നും ഭർത്തൃവീട്ടുകാരുടെ കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യുവാൻ സുഫൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ല. മോളെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു തന്നെയാണോ അറിഞ്ഞിരുന്നത്? അതിന്റെ ഇടയ്ക്കൊക്കെ അറിഞ്ഞിരുന്നോ അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നു? നിങ്ങൾ നേരത്തെ പരാതി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പരാതി വരെ ഒന്നിച്ചിട്ട് കഴിയാൻ വേണ്ടി ചോദിച്ച് പ്രണയിച്ചവരല്ലേ. അപ്പൊ കഴിഞ്ഞതും ഒരുമിച്ച് പോകാൻ ഒരു കുട്ടിയുണ്ടല്ലോ, ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട് എത്രയും ശ്രമിച്ചത്. അത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു? ചർച്ചകൾ അവരിന്ന് തമ്മിൽ നടത്തിയിരുന്നു.
ഞങ്ങൾ സഹോദരന്മാരൊന്നും അറിയിക്കാതെ അവരെ തന്നെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഇവരിങ്ങനെ ആക്രമണമാകാൻ കാരണം അല്ലെങ്കിൽ എന്തായാലും പ്രശ്നം എന്റെ ഇഷ്യൂ ഒന്നും ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല ഇതുവരെ. അത് മറ്റെന്തെങ്കിലും ഡ്രഗ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്തെങ്കിലും അറിയാം അതിന്റെ പുറത്താണ് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇപ്പൊ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. അതെ, നിയമനടപടി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ബാധിച്ചെന്ന് പറയുന്നുണ്ട്. അതൊന്നും വ്യക്തമല്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയില്ല. ഞങ്ങളോടായിട്ട് സംസാരിച്ചിട്ടില്ല ആ വിഷയം. ശരീരത്തിലൊക്കെ പാടുകൾ മർദ്ദിച്ച പാടുകളൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവിടെ ICUലാണ് ഉള്ളത്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പുറഭാഗമൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. എന്താ കുടിച്ചത് കുട്ടി? കുടിച്ചത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതൊരു 200 ml ഒരു ചെറിയൊരു ബോട്ടിൽ ഇവിടെ കയ്യിൽ ഡോക്ടർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാരമായ പൊസിഷൻ എന്നാ പറഞ്ഞു ഡോക്ടർ. ഈ വീട്ടില് കാറിൽ കാണാതെ തിരിച്ചു പോയിട്ട് പിന്നെ അപ്പൊ തന്നെ കുടിക്കാൻ പറ്റുന്നത് എന്താ സംഭവിച്ചത്? അവരെ വീട്ടിലേക്ക് നമ്മുടെ കൂടെ പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് അവളെ കയറി കുടിച്ചത് അവരെ മുമ്പൊന്നുമല്ല. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എടുത്ത് വന്നു. ഇത് അവര് ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു, അടിച്ചുകൊണ്ടായിരുന്നു ആ പറഞ്ഞു. അപ്പൊ അവള് ഇതൊക്കെ മറച്ചു വെച്ചു കുടുംബക്കാർക്ക്. എന്ന് വെച്ചാൽ അവളെ ഇഷ്ടത്തിന് അവളെ തെരഞ്ഞെടുത്തതല്ലേ. അപ്പൊ കുടുംബക്കാർ വല്ല ആയിട്ട് ഉണ്ടാക്കിയ പുതിയ അപ്ലൈ. അപ്പൊ അവളെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് അവള് ഇതൊക്കെ മറച്ചു വെച്ചു. എന്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലും അവിടുന്ന് സഹിച്ചു നിന്നു. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇവരോട് ആരും ഒന്നും പറഞ്ഞില്ല. അതാണ് പറഞ്ഞത്, എല്ലാം മറച്ചു വെച്ചു. അല്ല അവസാനമാണ് ഉമ്മാട് പറയുന്നത്. അങ്ങനെ ഉമ്മ എന്തോ അവനോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മാനെ അടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. ഇവരെന്താ ജോലി ഉണ്ടോ? ആദ്യം തല പേര്? അതെ, ആദ്യം ഗൾഫിലായിരുന്നു. ഇപ്പൊ ഗൾഫിൽ തന്നെയാണോ? ഇല്ല, ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 3-4 മാസത്തോളം ലീവിലാണ്. ഇവള് പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയൊന്നുമില്ല, പഠിത്തം കഴിഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞത് അധ്യാപികയായിരുന്നു. വീട്ട് കഴിഞ്ഞു വീട്ട് കഴിഞ്ഞ തന്നെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇവര് എവിടുന്ന പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നത്? ഒരുമിച്ച് പഠിക്കുന്ന സമയത്താണ് വേറെ കിട്ടിയത്. ഈ കുട്ടിയുടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി എന്റെ അനുജന്റെ ഭാര്യയാണ്. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് കുടുംബത്തിന് എന്താണ് പരാതി? കുടുംബത്തിന് പരാതി എന്ന് വെച്ചാൽ അവര് തമ്മില് പ്രേമത്തിലായിരുന്നു. പ്രേമത്തിന്റെ അവരെ ഇഷ്ടത്തിനാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ അവള് ആദ്യം പറഞ്ഞത് എനിക്ക് അവന് മാത്രം മതി. ഇവരൊക്കെ അത് അങ്ങനെ വേണ്ട, നമുക്ക് വേറെ ബന്ധം നോക്കാം എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞത് എനിക്ക് അവന് മാത്രം മതി. അവസാന വാക്ക് നിങ്ങൾ ആരുമല്ല, എനിക്ക് അവന് മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടാണ് പിന്നെ അവളെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുത്ത് അവരെ കല്യാണം ശരിക്കും കഴിച്ചു കൊടുത്തതാണ്. കല്യാണം കഴിച്ച പിന്നെ ഇപ്പൊ അവന്റെ ബന്ധുക്കള് പിന്നെ അവളുടെ അമ്മാമ്മമാര് എല്ലാം പറഞ്ഞത് അപ്പോഴ് തന്നെ അവര് ഉടക്കിന്ന്. കുറച്ചു ദിവസം കഴിയുമ്പോൾ തന്നെ ഉടക്കാൻ തുടങ്ങി, പിന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവളെ ഉമ്മ ഒരു പ്രാവശ്യം എന്താ അവനോട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ അടിക്കാൻ പോയി എന്ന് പറഞ്ഞ ഇവന് ഉമ്മാനെ അടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. പെൺകുട്ടിയുടെ ഉമ്മയെയും പെൺകുട്ടിയെ അപ്പൊ അടിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഉണ്ടായിരുന്നതാണ്. ഈ സ്ത്രീധനം ചോദിച്ചാണോ മർദ്ദിക്കുന്നത്? അതാണോ? അല്ല, സ്ത്രീധനത്തിന്റെ പേരിലല്ല, വേറെ എന്തെല്ലാം പറഞ്ഞിട്ട് സംശയം എന്തെന്നറിയില്ല. ഇന്നലെ സംഭവിച്ച അവള് പിന്നെ എന്തോ അവര് സംസാരിക്കുമ്പോ അവള് വിളിച്ചപ്പോ ഉമ്മയുടെ ഫോൺ വിളിച്ചിട്ട് അത് വേറൊരാളുടെ ഫോൺ വിളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവളെ ഫോണ് ഇവൻ പറ്റിയിട്ട് എറിഞ്ഞ് പൊളിച്ചെന്നാ പറഞ്ഞ. ഇവളെ അടിച്ചപ്പോ കുടുംബക്കാർക്ക് ഫോൺ വിളിക്കാൻ നോക്കുമ്പോ ഫോണ് പിടിച്ചു പറ്റിയിട്ട് ഫോൺ അടിച്ചു പൊളിച്ചവന്. പിന്നെ അവള് പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരോ പെണ്ണുങ്ങളെ
അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോട് ഫോൺ വാങ്ങിച്ചിട്ട് അന്ന് ഉമ്മാക്ക് വിളിച്ചത്, എന്നെ ഇങ്ങനെ അടിച്ചിട്ട് എന്നെ പിന്നെ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പോയപ്പോ ഇങ്ങനെ ഈ പ്രശ്നത്തിലുണ്ടായിട്ട് പിന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയതാണ്. വണ്ടിയിൽ കയറിയിട്ടില്ല, കയറാൻ വേണ്ടി പോകുമ്പോ അവന് പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല, കുട്ടീനെ കൊടുക്കൂല, പിന്നെ നീ ഇവിടുന്ന് ഇന്ന് പോയെങ്കിൽ ഇവിടത്തേക്ക് തീർന്നു, നമ്മുടെ ബന്ധം അവസാനിച്ചു, പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്തിരിഞ്ഞിട്ട് രണ്ടാമത് പോയിട്ടാണ് ഇവള് ഇങ്ങനെ ചെയ്തതാ പറഞ്ഞു. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കുട്ടിക്ക് 3 മാസം, 2 മാസം ചില്ലറ, 3 മാസം. അല്ലെ, നാളെ ഇവരുടെ വിവാഹ വാർഷികമാണോ? ഇന്നാ നാളെയാ? നാളെ. അപ്പൊ എല്ലാം കുടുംബത്തിനെ ഇട്ടെറിഞ്ഞിട്ട് അവന്റെ കൂടെ പോകാൻ ഒരുങ്ങിയതാ അവള്. ഇപ്പൊ ഇവര് കല്യാണം കഴിച്ചു കൊടുത്തു. നിങ്ങളിപ്പോ എന്തായാലും പരാതിയായിട്ട് മുന്നോട്ട് പോകണം. പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ. വീട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ വിദ്യാനഗർ പോലീസ് സുഫൈദയുടെ ഭർത്താവ് ആദിലിനെ ഇന്നലെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സുഫൈദയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ ഉച്ചകഴിഞ്ഞ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രിയോടെ ഖബറടക്കി. യുവതിയുടെ മരണം ജന്മനാടായ ചെർലടുക്കയെ വേദനയിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂച്ചക്കാട് കവർച്ച, പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രവാസിയായ മജീദിന്റെ വീട് കുത്തി തുറന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് പ്രതി കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനെ പൂച്ചക്കാട്ട് തെളിവെടുപ്പ് നടത്തിയത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൾ മജീദിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 1/2 കോടിയിലേറെ രൂപയുടെ സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജൻ മറ്റൊരു കവർച്ചാ കേസിലാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. പിന്നീട് ചോദ്യം ചെയ്യലിലാണ് പൂച്ചക്കാട്ട് കവർച്ചയിൽ തുമ്പുണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ 16-ന് ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിലെ വീടിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലാണ് നടരാജ് പിടിയിലായത്. നേരത്തെ ഈ കേസിൽ 3 പേർ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ നടരാജനാണെന്ന് മനസ്സിലായത്. കൂട്ടുപ്രതികൾ നൽകിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. വീടുകളുടെ വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് നടരാജന്റെ രീതി. കേരളത്തിലെത്തി മോഷണം നടത്തിയാൽ പിന്നെ ഉടൻ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. ഇതിനിടയിൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തിൽ നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. തൃശൂരിലെ മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട നടരാജൻ ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെത്തി വൻ മോഷണം നടത്തിയത്. പോലീസിന്റെ വലയിലാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് നടരാജൻ ബേക്കലിൽ കവർച്ച നടത്തിയത്. വാതിൽ കുത്തി തുറന്ന പ്രതി 45 പവൻ സ്വർണവും 35,000 രൂപയുമാണ് കവർച്ച നടത്തിയത്. 2 കിടപ്പുമുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവുമാണ് നഷ്ടമായത്. ഇയാൾക്കെതിരെ പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമായി 30-ലധികം കേസുകൾ നിലവിലുണ്ട്. ഷൊർണൂർ പോലീസ് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് ഷൊർണൂരിലെത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. പൂട്ടിയിട്ട വീടിന്റെ മുൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം കോട്ടപ്പുറത്ത് ക്ഷേത്രം കുത്തിത്തുറന്ന കവർച്ച. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം സിറ്റി ന്യൂസിന് ലഭിച്ചു. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിൽ കവർച്ച. 6ഓളം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നു. ശ്രീകോവിലും ഓഫീസിലെ ഷെൽഫും കുത്തിത്തുറന്നിട്ടുണ്ട്. എന്തൊക്കെ മോഷണം പോയെന്ന് പോലീസും ഫോറൻസിക് അധികൃതരും വന്ന് പരിശോധിച്ചാലേ മനസ്സിലാവൂ. CCTVയിൽ നിന്നും മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8:30-ക്ക് അകത്ത് കടന്ന മോഷ്ടാവ് 12:30-ഓടെയാണ് പുറത്തു കടന്നത്. ക്ഷേത്രം സെക്രട്ടറി A. രാജുവിന്റെ പരാതിയിൽ നീലേശ്വരം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം, പൊടപടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം, മുണ്ടാത്തുകോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ കൂവമൾക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലത്ത് വിളയിച്ചെടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചു.
ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പൊടപടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്തുകോയ്മ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം 2027 നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു നാട് മുഴുവനും. ഇതിന്റെ ഭാഗമായാണ് മഹോത്സവത്തിലെ കൂവമളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാവശ്യമായ നെല്ല് വിളയിച്ചെടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ദേവസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന 5 ഏക്കർ വയൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് കൃഷി. കാലങ്ങളായി തരിശായി കിടന്ന ഈ വയലുകൾ വീണ്ടും കതിരുകളുടെ ലോകത്തേക്ക് തിരിച്ചുവരുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ബാത്തൂർ ക്ഷേത്ര ഭാരവാഹികളെയും മുണ്ടാത്ത കോയ്മക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും സാക്ഷിയാക്കി കോടോംബേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ആദ്യ വിത്തിറക്കി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. ശ്രീ ബാത്തൂർ ഭഗവതി ക്ഷേത്രകഴകത്തിൻ്റെ അധീനതയിലുള്ള ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൻ്റെ 2027 നടത്താൻ നിശ്ചയിച്ച തെയ്യംകെട്ടിൻ്റെ മഹോത്സവത്തിൻ്റെ മുന്നോടിയായി ഇന്ന് അതിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടുന്ന നെല്ലിൻ്റെ ഉൽപ്പാദനത്തിനും വേണ്ടി വിത്തിടൽ കർമ്മം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് നടത്തി. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിൻ്റെ പ്രാഥമികമായ ഒരു കാര്യമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇനിയും കുറേ ദൂരം ഞങ്ങൾ പോകാനുണ്ട്. 1998 അവസാനമായി ഇവിടെ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. അന്ന് നമ്മുടെ ഈ വയൽ മുഴുവൻ എല്ലാവരും കൃഷിയെടുത്ത് നമുക്ക് അവിടെ ഓരോരുത്തരും കഴിയുന്ന നെല്ല് അവിടെ കൊണ്ട് കൂട്ടിയതാണ്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി. ഇന്ന് പലരും കൃഷിയെടുക്കാതെ അവസ്ഥയിൽ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൃഷിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 ഏക്കറോളം വയൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി മുഖാന്തരം കൃഷിയെടുക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആയതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും പഞ്ചായത്തും കൃഷി വകുപ്പും ചെയ്തു തരാമെന്ന് ഏറ്റെടുക്കുകയും അതിൻ്റെ മുന്നോടിയായി ഇന്ന് വന്ന് അദ്ദേഹം ഇവിടെ നെൽവിത്ത് ആദ്യമായി വിതക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് കൃഷിഭവൻ തന്നെയാണ് ആവശ്യമായ വിത്ത് ലഭ്യമാക്കി നൽകിയത്. വയനാട്ടുകുലവ ദൈവത്തിന്റെ കടാക്ഷത്താൽ മികച്ച വിളവ് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വിഷവിമുക്തമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള നെൽകൃഷിയാണ് വിത്താണ് ഇന്ന് വിതച്ചത്. പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറികൾ കൂടെ അതിൻ്റെ സമയത്ത് പച്ചക്കറികൾ നമ്മൾ അതിൻ്റെ കൃഷിയും കൂടെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം, വിഷവിമുക്തമായിട്ടുള്ള ഒരു ഭക്ഷണം ഈ തെയ്യംകെട്ടിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരോടും നമ്മൾ ഈ പ്രദേശത്തുള്ള അവരോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കിയ സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന് റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് പറഞ്ഞു. ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സംഗമം RK മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കിയ സർക്കാർ നടപടി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേരളത്തിൽ വയോജനങ്ങൾക്ക് പ്രത്യേക പരിചരണം അത്യാവശ്യമാണെന്നും റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് പറഞ്ഞു. ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സംഗമം കാസർഗോഡ് RK മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. യു ആർ റൈറ്റ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. അപ്പം നിങ്ങൾ അവിടെ ദേവി ഒരു ഡോക്ടറായിട്ട് മാറരുതെന്നാണ് എൻ്റെ നിന്നോട് പറഞ്ഞ ഒരു പ്രാർത്ഥന. ഇവിടെ ഡോക്ടറുണ്ടോ? ഡോക്ടേഴ്സ് ആർ ഹിയർ. ഇഫ് ഐ എം റോങ് പ്ലീസ് റേസ് യുവർ ഹാൻഡ്. പ്ലീസ് ബെയർ മീ ഔട്ട്. പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. തലച്ചോറ് കൊണ്ട് ഉണ്ടാവുന്ന പരിക്ക് നമ്മുടെ ഉദ്ദേശം നല്ലതാണ്. ഈ ആളുടെ ജീവിതം നമ്മൾ രക്ഷപ്പെടുത്തണം. അപ്പോൾ താങ്കളൊക്കെ ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. യു ക്യാൻ ഡു എ ലൈഫ് റീസെക്ഷനുള്ള പരിപാടി താങ്കൾക്ക് അവിടെ ചെയ്ത് യു ക്യാൻ ഡു ഇറ്റ്. ഇയാളുടെ തലച്ചോറിനുള്ള പരിക്കുണ്ടായാലും
ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും ദാറ്റ് ഈസ് ആ പരിപാടി താങ്കൾക്ക് ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. വാട്ട് യു ഷുഡ് നോട്ട് ഡു ഈസ് ഈ ആളിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക, ഇരുത്താൻ ശ്രമിക്കുക. ഡോണ്ട് പ്ലീസ് ഡു, അത് ചെയ്യാൻ പാടില്ല. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ട്രോമ കെയർ കാസർഗോഡ് നൽകി വരുന്ന സേവനം ശ്ലാഘനീയമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാക്ക് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി V വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്ന ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ്, ബേക്കൽ DYSP ആസാദ് MP, എക്സിക്യൂട്ടീവ് ഡയറക്ടർ RTO J ജെറാഡ്, വടകര RTO P രാജേഷ്, ജോയിന്റ് RTO അജിത് ആൻഡ്രൂസ്, ജില്ലാ കോർഡിനേറ്റർ M വിജയൻ, MVI വൈസ് പ്രസിഡന്റ് ഡോക്ടർ PT ഉഷ, ട്രഷറർ K വിജയൻ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ട്രാക്ക് ഭാരവാഹികളെയും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്ത ട്രാക്ക് വോളണ്ടിയർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ട്രാഫിക് ക്യൂസ്, ട്രാക്ക് വോളണ്ടിയർമാരായ ഡേറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ ഡാൻസ്, പ്രശസ്ത ഗായകർ കിരൺ, ഹരിത രഘുനാഥ് എന്നിവർ നയിച്ച ഗാനമേളയും അരങ്ങേറി. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നതിന് പ്രത്യേക നിയമം കൊണ്ടുവരാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൂട്ടം സർഗാത്മക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA A സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൂട്ടം സർഗാത്മക പഠന ക്യാമ്പ് കോയിത്തട്ടയിൽ സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ നിർവഹിച്ചു. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള പ്രയത്നം രാഹുൽ ഗാന്ധിയുടെ എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൽ നിന്നാണ്, പണ്ഡിറ്റ് നെഹ്റുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രേരണയാണ്. കാരണം അദ്ദേഹം മഹാനായിട്ടുള്ള ജനാധിപത്യവാദിയായിരുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് പോകാം, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് ഗ്രേറ്റ് അറിഞ്ഞിട്ടാണ്. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട് പിറവിയെടുത്ത് വീഴുമ്പോൾ ഈ നാടിന്റെ അവസ്ഥ ഇതൊന്നുമല്ല. ഇത് നിങ്ങളുടെ കയ്യിൽ വാഹനങ്ങളുണ്ട്, വീട്ടിൽ വാഹനങ്ങളുണ്ട്, ഫോണുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, അല്ലെ, ചികിത്സിക്കാൻ നമുക്ക് ആശുപത്രിയും മരുന്നുകളും കുടിക്കാൻ പാലും ഒക്കെ കിട്ടുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ നാട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിന്റെ കൈകളിലേക്ക് പിറവിയെടുത്ത് വീഴുമ്പോൾ ഈ നാട്ടിൽ ഉടുതുണിക്ക് മറുതുണിയിലായിരുന്നു, ധരിക്കാൻ വസ്ത്രമില്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. പട്ടിണിയുടെ നാളുകൾ മരിക്കുന്ന രാജ്യമായിരുന്നു. കഴിക്കാൻ ഭക്ഷണമില്ലാതെ എല്ലാവരുടെയും ആളുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കലാപങ്ങളായിരുന്നു. ഈ രാജ്യത്ത് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, റോഡുകൾ ഉണ്ടായിരുന്നില്ല, വ്യവസായങ്ങൾ ഉണ്ടായിരുന്നില്ല, ജലവിതരണം ഉണ്ടായിരുന്നില്ല, കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാജ്യത്തെയാണ് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി വൈരുദ്ധ്യങ്ങളാൽ നിറഞ്ഞ രാജ്യത്തെയാണ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ കൈകളിലേക്ക് കിട്ടുന്നത്. അഭിലാഷ് കാമലം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ രാജേഷ് പള്ളിക്കര, കുട്ടിക്കൂട്ടം ജില്ലാ പ്രസിഡന്റ് മയൂക്ക ഭാസ്കരൻ, UDF കൺവീനർ CV ഭാവനൻ, KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ, കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ഉമേശൻ വെള്ളൂർ, കിനാനൂർ കരിന്തളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തോമസ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ബ്ലോക്ക് കോർഡിനേറ്റർ N പ്രകാശൻ, കോർഡിനേറ്റർമാരായ രജിത രാജൻ, രാഹുൽ കൊഴുമ്മൽ, പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കാളിയാനം, ഓമന പരപ്പ, ശൈലജ പന്നിത്തടം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിത്രലേഖ എന്നിവർ സംസാരിച്ചു. ജിബിൻ ജെയിംസ് സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ ധനേഷ് ചീമേനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒഴിഞ്ഞവളപ്പ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തുടർച്ചയായി 16 വർഷക്കാലമായി നടത്തിവരുന്ന പ്രിയദർശിനി സെവൻസിന്റെ ഈ വർഷത്തെ ഫൈനൽ മത്സരത്തിൽ അബി ഫ്രണ്ട്സ് ബത്തേരിക്കൽ ബാസ്ക് പടനയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തി ജേതാക്കളായി.
ഒഴിഞ്ഞവളപ്പ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തുടർച്ചയായി 16 വർഷക്കാലമായി നടത്തിവരുന്ന പ്രിയദർശിനി സെവൻസിന്റെ ഈ വർഷത്തെ ഫൈനൽ മത്സരത്തിൽ അഭി ഫ്രണ്ട്സ് ബത്തേരിക്കൽ ജേതാക്കളായി. ബാസ് പടനയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് ഇവർ ജേതാക്കളായത്. വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനങ്ങളും സന്ദീപ് വാര്യർ MLA വിതരണം ചെയ്തു. ബ്രസീൽ ഫാൻസ് എത്ര പേരുണ്ട്? പോർച്ചുഗൽ ഫാൻസ് എത്ര പേരുണ്ട്? ഓക്കെ, ഞാൻ ഏത് ടീമിന്റെ ഭാഗമാണെന്ന് ഇപ്പം പറയുന്നില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൗട്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ട് അടുത്ത ലക്ഷത്തിൽ ഒരു അടി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾ എല്ലാവരുടെയും കൂടെയുണ്ട്. എന്തായാലും 16 ദിവസം വളരെ ഗംഭീരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയദർശിനി ക്ലബിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഇവിടെ ചെറുപ്പക്കാർക്കിടയിൽ ഫുട്ബോളിന്റെ ലഹരി ചെറുപ്പക്കാരെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ സന്ദേശം സമൂഹത്തിനാകെ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. ഞാൻ തൊട്ടപ്പുറത്ത് തൃക്കരിപ്പൂരിന്റെ MLA ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ യുവജനക്ഷേമ സ്പോർട്സ് വകുപ്പ് മന്ത്രി ജിനീഷ്, നമ്മുടെ സുഹൃത്താണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലെ മുഹമ്മദ് അലി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സ്പോർട്സ് മന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലബ് പ്രസിഡന്റ് OV രതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി M അസ്നാർ, KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, T കുഞ്ഞികൃഷ്ണൻ, PV ചന്ദ്രശേഖരൻ, OV പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട, നിതിൻ PK, ജെസിൻ ചാപ്പയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. കൊളവയിൽ അംഗൻവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച നിർമ്മല ടീച്ചർക്ക് ഒരു നാടിന്റെ സ്നേഹാദരമായി യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. സ്നേഹപൂർവ്വം നിർമ്മല ടീച്ചർക്ക് എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കൊളവയിൽ അംഗൻവാടിയിൽ നിന്നും 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച നിർമ്മല ടീച്ചർക്ക് ഒരു നാടിന്റെ സ്നേഹാദരമായി യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. സ്നേഹപൂർവ്വം നിർമ്മല ടീച്ചർക്ക് എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കവയിത്രി പുഷ്പ കൊളവേൽ ഉദ്ഘാടനം നിർവഹിച്ചു. K കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുഭാഷ് കൊളവയിൽ, അനിത ഗംഗാധരൻ, സുജിത സതീശൻ, സരിത എന്നിവർ സംസാരിച്ചു. നിത്യ സുജിത് സ്വാഗതവും രമണി ജഗദീശൻ നന്ദിയും പറഞ്ഞു.
ഉച്ചയ്ക്ക് മുഴുവൻ ആളുകൾക്കുമായി സ്നേഹസദ്യ സംഘടിപ്പിച്ചു. വൈകിട്ട് നടന്ന സ്നേഹപൂർവ്വം നിർമ്മല ടീച്ചർക്ക് യാത്രയപ്പ് സമ്മേളനം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമയം ചിലവഴിക്കുന്നത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഈ നഴ്സറി സ്കൂളിലായിരിക്കാം. അപ്പോൾ അവൻ ഈ ലോകത്തെ അറിയുന്നത്, ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്, അവന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ഈ അംഗൻവാടിയിൽ വെച്ചിട്ടാണ്. അംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നും വാടി എന്ന് പറഞ്ഞാൽ മുറ്റം എന്നുമാണ്. അപ്പോൾ വീട്ടുമുറ്റം, ഒരു വീട്ടിലെ ഗൃഹാന്തരീക്ഷം എങ്ങനെയാണ്, അതേ അന്തരീക്ഷം റീക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അംഗൻവാടി. നമ്മളിന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. കാരണം ഞാനും നിങ്ങളും വളർന്ന ഒരു സാഹചര്യമല്ല എന്ന്. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തരാണ്. അത് ഓരോ തലമുറകളിലും ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് മുൻപേയുള്ള ജനറേഷനും നമ്മളും തമ്മിൽ വളരെ അന്തരം ഉണ്ട്. സംഘാടക സമിതി ചെയർമാൻ മധു കൊളവയൽ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി മുഖ്യാതിഥിയായി. ആ കുഞ്ഞിന് സ്നേഹം മാത്രമല്ല അറിവും ഒപ്പം ചേർത്ത് നൽകുകയാണ് ഓരോ അംഗൻവാടി ടീച്ചർ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. കാരണം നേരത്തെ മധുവട്ട സൂചിപ്പിച്ചു, ഈ 35 വർഷക്കാലം നമ്മൾ എല്ലാവരോടും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഒന്ന് കയർത്ത് സംസാരിക്കുന്നവരായിരിക്കും മിക്കവരും. ടീച്ചർ അങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല എന്നുള്ളത് ഈ 35 വർഷക്കാലത്തെ നിങ്ങളുടെ ജീവിത അനുഭവത്തിലാണ് നിങ്ങളത് പറഞ്ഞത്. അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV കാവ്യ, ICDS സൂപ്പർവൈസർ രേഷ്മ രാമചന്ദ്രൻ, K ഗംഗാധരൻ, സെറീന സത്താർ, കമലാക്ഷൻ കൊളവയൽ, രവി കൊളവയൽ, യദു കൃഷ്ണൻ, നവീൻ, വിശാന്ത് വിജയൻ, സുധീഷ്, അശോകൻ, PV സുനിൽ എന്നിവർ സംസാരിച്ചു. നിർമ്മല ടീച്ചർ മറുമൊഴി ഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ ഷാജി കൊളവയൽ സ്വാഗതവും വിവേക് കൊളവയൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തരാവും ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 30 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേക്കാൻ രാമചന്ദ്രറാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ KM ദിലീപ് കുമാറിന് സ്കൂൾ PTA, മദർ PTA, SMC, SDC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി. സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേക്കാൻ രാമചന്ദ്രറാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ KM ദിലീപ് കുമാറിന് സ്കൂൾ PTA, മദർ PTA, SMC, SDC തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി. സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തരം ആൾക്കാരെ മാഷക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ മാഷിന്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അധ്യാപക ജോലി അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രൊഫഷൻ എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും നമുക്കവിടെയുണ്ട്. മുമ്പൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിപ്പിക്കുക എന്നതിനേക്കാൾ വേറെന്തും അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഇന്നതല്ല. ഇന്നത് ഞാൻ പത്രത്തിൽ ശ്രദ്ധിച്ചാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം, ഒരു പഞ്ചായത്തിൽ ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലിൽ അധ്യാപക സംഘടനകൾ പോയി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ തൻ്റെ സ്കൂളിലെ ഒരു കുട്ടിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകാൻ വേണ്ടി അധ്യാപകർ ശ്രമിക്കുന്നത്. നമ്മുടെ കൊറോണ സമയത്തും അധ്യാപകരുടെ ആ കൂട്ടായ്മ കണ്ടതാണ്. വാർഡ് മെമ്പർ P അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ദിലീപ് കുമാർ മാസ്റ്റർക്കുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭനയും മംഗളപത്രം K നാരായണനും കൈമാറി. സ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ടും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ദിലീപ് കുമാറിനെ പരിചയപ്പെടുത്തലും സത്യൻ പൂച്ചക്കാട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പൂർവ്വകാല അധ്യാപകരായ ചന്ദ്രാവതി ടീച്ചർ, PK അബ്ദുൽ റഹ്മാൻ മാസ്റ്റർ, ഉഷ, C വിജയൻ മാസ്റ്റർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ SLC പരീക്ഷയിൽ കന്നഡ മീഡിയത്തിൽ A+ ഗ്രേഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് മെമ്പർ P അബ്ബാസ് ഉപഹാരം നൽകി അനുമോദിച്ചു. നവോദയ വിദ്യാലയത്തിലേക്ക് പ്രവേശനം ലഭിച്ച ശ്രീറാമിന് പഞ്ചായത്ത് മെമ്പർ അസ്രാബി റാഷിദ് ഉപഹാരം നൽകി അനുമോദിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനും പ്രധാനാധ്യാപകനും AEOയുമായി സേവനമനുഷ്ഠിച്ച K അരവിന്ദ മാസ്റ്റർക്കുള്ള ഉപഹാരം
ചന്ദ്രമതി ടീച്ചർ കൈമാറി. ബേക്കൽ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ കെ അരവിന്ദ മാസ്റ്റർ ഈ മാസം 31-ന് വിരമിക്കും. യാത്രയപ്പ് സമ്മേളനത്തിൽ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, നാസ്നിൻ വഹാബ്, പ്രശാന്ത് കുമാർ, സതീഷ് കാവടി, വിമല, പ്രീതി, KM അഷ്റഫ്, രാജൻ പൂച്ചക്കാട്, K അരവിന്ദ, സായിനാഥ് മല്ലിക്കെ മാഡു എന്നിവർ സംസാരിച്ചു. KM ദിലീപ് കുമാർ മാസ്റ്റർ മറുപടി ഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ K രവിവർമ്മൻ മാസ്റ്റർ സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ഷീന നന്ദിയും പറഞ്ഞു. തുടർന്ന് ജിതിൻ കൊടക്കാടും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും കലാപരിപാടികളും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എണ്ണപ്പാറ ഹോളി സ്പിരിറ്റ് പള്ളി പരിശുദ്ധാത്മാ തീർത്ഥാടന കേന്ദ്രമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രഖ്യാപിച്ചു. എണ്ണപ്പാറ ഹോളി സ്പിരിറ്റ് പള്ളി പരിശുദ്ധാത്മാ തീർത്ഥാടന കേന്ദ്രമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് വികാരി ജനറൽ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ വായിച്ചു. കാസർഗോഡ് ജില്ലയിലെ ദൈവജനത്തിന് മുഴുവൻ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായിരുന്ന ദേവാലയമാണ് പരിശുദ്ധ ക്രിസ്തുവിന്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എണ്ണപ്പാറ കിടക്കുന്ന ദേവാലയം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട കുടിയേറ്റ കേന്ദ്രമൊന്നായ എണ്ണപ്പാറയിൽ 1962 ഇടവക സ്ഥാപിതമായത്. തലശ്ശേരി അതിരൂപതയിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ഏക ദേവാലയമാണെന്ന പ്രത്യേകതയും ഈ പള്ളിയിലുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാരിയായി ഈ പ്രദേശത്തിന് മുഴുവൻ ആത്മീയ ചൈതന്യം പകർന്നു നിലകൊള്ളുന്ന എണ്ണപ്പാറ ഇടവക ദേവാലയം കാഞ്ഞങ്ങാട് ഭവനിലെ പ്രധാന ദേവാലയം ഒന്നാണ്. സെമിത്തേരിയിൽ പണിതീർത്ത പുതിയ ചാപ്പലിന്റെയും 69 കല്ലറുകളുടെയും വെഞ്ചരിപ്പ് കർമ്മത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് തീർത്ഥാടന കേന്ദ്രമായുള്ള പ്രഖ്യാപനം ഉണ്ടായത്. പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള മലബാറിലെ ഏക പള്ളിയാണ് എണ്ണപ്പാറ ഹോളി സ്പിരിറ്റ് പള്ളി. 1962 സ്ഥാപിതമായ പള്ളിയാണിത്. കഴിഞ്ഞ 212 ദിവസമായി 24 മണിക്കൂറും നടന്നുവരുന്ന അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുന്നതിന് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും നിരവധി ആളുകളാണ് പള്ളിയിലെത്തുന്നത്. 2 മാസം മുൻപ് ആരംഭിച്ച ചാപ്പലിന്റെയും കല്ലറുകളുടെയും പണി വേഗത്തിൽ പൂർത്തീകരിച്ച് പന്തക്കുസ്ത തിരുനാളോടനുബന്ധിച്ച് ആശീർവാദ കർമ്മം നിർവഹിക്കാൻ അക്ഷീണം പ്രയത്നിച്ച വികാരി ഫാദർ ജോയ്സ് കരിക്കാത്തടം, കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എന്നിവരെ മാർ ജോസഫ് പാംപ്ലാനി അഭിനന്ദിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ പ്രശ്നങ്ങളിൽ നിന്നും മുക്തരല്ലെങ്കിലും അവയെ അതിജീവിക്കുകയും പ്രതിസന്ധികളിൽ ഭയരഹിതരായി നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ അരുൺ അയലുപാറ, ഫാദർ ജോബ് കാട്ടുപറമ്പിൽ, ഫാദർ ലിബിൻ കിഴക്കുംഭാഗം എന്നിവർ സഹകർമ്മിമാരായി. ന്യൂസ് ബ്യൂറോ, എണ്ണപ്പാറ. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല മഴക്കാല ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല മഴക്കാല ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഗ്രന്ഥവേദിയിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൂരക്കളി, മറുത്തുകളി എന്നീ സംഭവങ്ങൾ ഒരുപക്ഷെ പൂരക്കളി, മറുത്തുകളി രണ്ട് തന്നെയാണ്. അതായത് മറുത്തുകളിയിലാണോ അല്ല പൂരക്കളിയിലാണോ അവാർഡ് അറിയില്ല, പൂരക്കളി തന്നെ. അപ്പം മറുത്തുകളി പണിക്കർ ശ്രീ മോഹൻ സാർ വിളിക്കുന്നുണ്ട്. അപ്പം പൂരക്കളിയും മറുത്തുകളിയും രണ്ട് തന്നെയാണ്, പക്ഷെ രണ്ട് പരസ്പര പൂരകം തന്നെയാണ്. പൂരക്കളി എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്കറിയാം തീയ, യാദവ, അതുപോലെ തന്നെ മുഖയ, ശാരിയ ലോകത്തിൽപ്പെട്ട ഈ പൂരോത്സവ നാളുകൾ മീനമാസത്തിലെ കാർത്തിക മുതൽ ഏകദേശം ഒരാഴ്ചക്കാലം, പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ പല പ്രധാനപ്പെട്ട തീയ ക്ഷേത്രങ്ങളിലൊക്കെ പൂരക്കളി പണിക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന പൂരക്കളി തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് നമ്മൾ ചന്ദ്രഗിരി പുഴക്കും അതുപോലെ തന്നെ വള്ളോട്ടണം പുഴക്കും ഇടയിലുള്ള ഒരു വലിയൊരു പ്രദേശത്ത് ഈ പൂരക്കളി എന്നുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നാടൻ കലാരൂപം അവതരിക്കപ്പെടുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം മടിക്കൈ ഹെൽത്ത് ഇൻസ്പെക്ടർ PT മോഹനൻ പണിക്കർ വിഷയാവതരണം നടത്തി.
കേരള പുരക്കളി അക്കാദമി അവാർഡ് ജേതാവ് കെ സുരേഷൻ, JC ഡാനിയൽ എക്സലൻസി അവാർഡ് ജേതാവ് ദാമോദരൻ മോനാച്ച, സംസ്ഥാന അബാക്കസ് ചാമ്പ്യൻ ദേവനന്ദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. TV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. P ബാലകൃഷ്ണൻ സ്വാഗതവും രവി കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ അമ്പലത്തുകര ഒരുമ പുരുഷ സ്വയം സഹായ സംഘം ഐശാൽ മെഡിസിറ്റി കാഞ്ഞങ്ങാടിന്റെ സഹകരണത്തോടെ പ്രഥമ ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മടിക്കൈ പൊതുജന വായനശാല ഹാളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മടിക്കൈ അമ്പലത്തുകര ഒരുമ പുരുഷ സ്വയം സഹായ സംഘം ഐശാൽ മെഡിസിറ്റി കാഞ്ഞങ്ങാടിന്റെ സഹകരണത്തോടെ പ്രഥമ ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മടിക്കൈ പൊതുജന വായനശാല ഹാളിലാണ് പരിപാടി നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേക ആവശ്യമുള്ള ഒരു വിഷയമാണിത്. കാരണം ഇവിടെ പരിശീലനം കൊടുക്കാൻ ആളുകളുണ്ട്. പരിശീലനം നേടാവുന്ന ആളുകളെ കാണുമ്പോഴാണ് ഒരു സ്വയം പരിശീലനം നേടുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള കുറച്ച് നല്ല യുവ തലമുറ വരണം നമ്മുടെ ഈ പരിശീലനം നേടാൻ വേണ്ടേ. അത് നാളേക്ക് നമ്മുടെ നാടിന് ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം വേണ്ടത്. പക്ഷെ നമുക്കറിയാം യുവതലമുറ തീരെ മുകളിൽ നിന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. N ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ മുഖ്യാതിഥിയായി. PV ജ്യോതി, പുഷ്പാവതി, M രമേശൻ, ഡോക്ടർ മുഹമ്മദ് ആലം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രഥമ ജീവൻ രക്ഷാ പരിശീലനത്തിന് ഡോക്ടർ മുഹമ്മദ് ആലം നേതൃത്വം നൽകി. ചന്ദ്രൻ എഴുത്തോടത്ത് സ്വാഗതവും ദിനേശൻ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ഊരായൻ എടമിന്ന ചാർത്തൻ മൂപ്പൻ തൈക്കുളം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദൈവസന്നിധി ഒടയംചാൽ ഓലക്കര പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ഊരായൻ എടമിന ചാർത്തൻ മൂപ്പൻ തൈക്കുളം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദൈവസന്നിധി ഒടയംചാൽ ഓലക്കര പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ചുള്ളിക്കര ചാമുണ്ടി, ആട്ടക്കാരത്തി, ധർമ്മദൈവം കരിഞ്ചാമുണ്ടി, കുടുംബത്ത് പഞ്ചുരുളി, കാപ്പാളത്തിയമ്മ,
വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ജീവിതമാണ്, ആ ജീവിതത്തിന്റെ വഴിയാത്രയിൽ എന്ന് ഞാൻ കൂടെ ഉണ്ടാവും. ഗുണം വെള്ളം സന്തോഷമായി രക്ഷിക്കാറായിരിക്കട്ടെ. പ്രാർത്ഥന. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഫണ്ട് ഉദ്ഘാടനം നടന്നു. പ്രവർത്തന ഫണ്ട് മാവുങ്കാൽ മാം ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ആദ്യ തുക നൽകി ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം നടന്ന സ്വർണ്ണ പ്രശ്നചിന്ത പ്രകാരം കിഴക്കേ സ്ഥാനം ശ്രീ പടിക്കൽ ചാമുണ്ടിയമ്മയുടെ ആരൂഢ സ്ഥാനത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ശ്രീ കുതിരക്കാളിയമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും പീഠവും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കാൻ പോകുന്നതിന് നവീകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തന ഫണ്ട് മാവുങ്കാൽ മാം ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ആദ്യ തുക നൽകി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ കീഴിലാണ് ഈ മാം ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മാം ട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. കഴിയുന്നത്ര പാവങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാണ്. കുറേ നമ്മൾ ഫ്രീ ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ പറയുകയാണെങ്കിൽ ഒരു 25-30 ലക്ഷത്തിൻ്റെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇന്നത്തെ ഞാൻ ഈറുമ്പ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന് വരാറുണ്ട്, എൻ്റെ ഫാമിലി എല്ലാം വരാറുണ്ട്. എന്നെ അഡ്വക്കേറ്റ് ദാമോദരൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. ദാമോദരൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനം, ഇതിൻ്റെ ഫണ്ട് ഉദ്ഘാടനം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഇതായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ സാധാരണ വരുന്നതാണ്, ഞാൻ തരാം. തുടർന്ന് കറുപ്പസ്വാമി മൂലഖണ്ഡം, പ്രസാദ് തുടങ്ങി നിരവധി പേർ നവീകരണ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകി. ദേവസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയിൽ നവീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ സുരേന്ദ്രൻ പാലക്കാൽ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ അഡ്വക്കേറ്റ് CV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രദേശത്തിന്റെ ഐശ്വര്യവും പരമ്പരാഗത വിശ്വാസത്തിന്റെ കേന്ദ്രവുമാണ് ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനം. ഈ ദേവസ്ഥാനത്തിന് മുൻപിൽ തളർന്ന മനസ്സുമായി, തളർന്ന ശരീരവുമായി പ്രാർത്ഥനയ്ക്കെത്തുന്ന നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരുമായ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ത്രാണം ചെയ്തു കൊടുക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി കൊടുക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ്, ഒരു പുണ്യസ്ഥലമായിട്ടാണ് കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തെ നമ്മുടെ ഗ്രാമത്തിലെയും മറ്റു പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങൾ കാണുന്നത്. ഇടത്തിൽ വീട് തറവാട് കോയിമ സുരേഷ് വെള്ളിക്കോത്ത്, വാർഡ് മെമ്പർ PK കാർത്തിയായനി, ദേവസ്ഥാന ഭരണസമിതി പ്രസിഡന്റ് വസന്തകുമാർ കാട്ടുകുളങ്ങര, മാതൃസമിതി പ്രസിഡന്റ് സാവിത്രി കുഞ്ഞിക്കണ്ണൻ, ഉദയവർമ്മ പെരുമലയൻ, പ്രതിനിധി ഷിജിൽ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരണ കമ്മിറ്റി ട്രഷറർ ഗിരീഷ് CV നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം, പൊടവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം, മുണ്ടാത്ത് കോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ജനറൽ ബോഡി യോഗം നടന്നു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം, പൊടവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം, മുണ്ടാത്ത് കോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം നടന്നു.
കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മുടെ പൗരാണികമായ നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു തിരിച്ചുവരവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ കാർഷിക സംസ്കൃതി, നമ്മുടെ വയലേലകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളുടെയും അതുപോലെ ദേവസ്ഥാനങ്ങളുടെയും തുടർച്ചയും പിന്മുറയും ആയിട്ടാണ്. ഇന്ന് നമുക്ക് അന്യം നിന്ന് പോകുന്ന നമ്മുടെ നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക വൃത്തികൾ സംരക്ഷിക്കപ്പെടുന്നതും ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാഹാരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ അരി വന്നില്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മളൊരു തിരിച്ചുപോക്കിലേക്ക്, നമ്മുടെ അന്നം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു തിരിച്ചുപോക്കിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ മലയാളികൾ മാറണമെങ്കിൽ നമ്മുടെ പൗരാണികമായ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരികയും അത്തരം നെൽവയലുകൾ സംരക്ഷിച്ച് നമ്മുടെ തരിശുഭൂമികൾ കൃഷിയിടങ്ങളാക്കി മാറ്റി അതിനെ പുതിയ തലമുറക്ക് കൈമാറണമെങ്കിൽ ഇത്തരം മഹോത്സവങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു കാലഘട്ടം നമുക്ക് തന്നിട്ട് പോയ, നമ്മുടെ മുമ്പേ നടന്നുപോയവർ നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ച ഇത്തരം ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അത് വീണ്ടും പുതിയ തലമുറക്ക് കൈമാറുന്ന ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അഭിമാനകരമായ ഇത്തരം മഹോത്സവങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു നാടിന്റെ ഉത്തരവാദിത്തമാണ്. ദേവാലയ സമിതി പ്രസിഡന്റ് കെ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഷിജു പത്തായപുര സ്വാഗതം പറഞ്ഞു. സന്ധ്യ, ടി കൃഷ്ണൻ മൊയോളം, സുരേഷ് വയമ്പിൽ, രതീഷ് കാട്ടുമാടം, ഇ കെ ഷാജി, എം മാധവൻ നായർ, നാരായണൻ നായർ, ബിജു, ടി രവീന്ദ്രൻ ക്ലായി, ശശിധരൻ, പി വിജയൻ, വി കുഞ്ഞിക്കണ്ണൻ നായർ, സൗമ്യ പവിത്രൻ, സരിത രാമകൃഷ്ണൻ, കൃഷി ഓഫീസർ ഹരിത, പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രജിത് കണ്ണൂത്ത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മർ കബഡി പരിശീലന ക്യാമ്പ് സമാപിച്ചു. 27 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പെൺകുട്ടികളടക്കം നിരവധി കായിക പ്രതിഭകൾ പങ്കെടുത്തു. കായികക്ഷമതയിലൂടെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കുക, കബഡിയിൽ പരിശീലനം നൽകി സംസ്ഥാന ദേശീയ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മുക്കോട് ഒറവങ്കര ജില്ലാ പഞ്ചായത്ത് കബഡി കോർട്ടിൽ സംഘടിപ്പിച്ച സമ്മർ കബഡി പരിശീലന ക്യാമ്പ് സമാപിച്ചു. 27 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പെൺകുട്ടികളടക്കം നിരവധി കായിക പ്രതിഭകൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ സമാപന പരിപാടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പരിശീലനം അത് നമുക്കൊക്കെ നമ്മുടെ ലെവലിലുള്ള ആളുകൾക്ക് എത്ര കണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. പുതുതലമുറക്ക് ഇത്തരം പരിശീലനങ്ങൾ കിട്ടുന്നത് അവരുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അറിയുന്ന തരത്തിലേക്ക് ഉയരാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ വേദിയിൽ തന്നെ 2 കുട്ടികൾ ഇവിടെയുണ്ട്. അഖിലേന്ത്യാ തലത്തിലൊക്കെ അറിയപ്പെടുന്ന കുട്ടികളായി മാറി. അതിൽ ഓരോരുത്തരും ഇവിടെ പങ്കെടുത്ത 40ഓളം പേര് നിങ്ങൾ ഓരോരുത്തരും അത്തരം ഉയർന്ന പദവിയിലേക്ക് കായിക മേഖലയിൽ മറ്റു വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഉയർന്ന പദവിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടുപ്രദേശത്ത് നിന്ന് വന്ന സ്കൂളിൽ നിന്ന് വളരെ ഉന്നതങ്ങളിലെത്തിപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ക്യാമ്പിന്റെ പരിശീലകനും ഇന്ത്യൻ കബഡി കോച്ചുമായ ജഗദീഷ് കുമ്പള ക്യാമ്പിന്റെ വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമാപന പരിപാടിയിൽ വെച്ച് കോച്ച് ജഗദീഷ് കുമ്പളയെയും സഹപരിശീലകനെയും അനുമോദിച്ചു. വാർഡ് മെമ്പർമാരായ ദീപ വിനോദൻ, എ തമ്പാൻ, എം ബാലകൃഷ്ണൻ, ഒ മോഹനൻ, എം കെ ശിവന്യ, വൈഗ ഷൈജു, ലീമ സെബാസ്റ്റ്യൻ, ഷിജിത്ത്, രോഹിണി മാക്കി, പ്രകാശൻ പുതിയകണ്ഠം എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ സ്വാഗതവും ശശി ചിരക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഫൈദ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകളുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂച്ചക്കാട് കവർച്ചാ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രവാസിയായ മജീദിന്റെ വീട് കുത്തി തുറന്ന 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിലാണ് പ്രതി കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനെ പൂച്ചക്കാട്ട് തെളിവെടുപ്പ് നടത്തിയത്. നീലേശ്വരം കോട്ടപ്പുറത്ത് ക്ഷേത്രം കുത്തിത്തുറന്ന കവർച്ച. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം സിറ്റി ന്യൂസിന് ലഭിച്ചു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പുടപെടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്ത് കോയ്മ ശ്രീ വയനാട്ടുകുലവൻ ദേവികിട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ കൂവം അളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലത്ത് വിളയിച്ച് എടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചു. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കിയ സർക്കാർ നടപടി സ്വാഗതാർഹമെന്ന റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ്. ട്രോമ കെയർ വോളണ്ടിയർമാരുടെ സംഗമം RK മാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവഹർ ബാൽമഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൂട്ടം സർഗാത്മക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒഴിഞ്ഞവളപ്പ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തുടർച്ചയായി 16 വർഷക്കാലമായി നടത്തിവരുന്ന പ്രിയദർശിനി സെവൻസിന്റെ ഈ വർഷത്തെ ഫൈനൽ മത്സരത്തിൽ അബി ഫ്രണ്ട്സ് ബത്തേരിക്കൽ ബാസ്ക് പടന്നയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി ജേതാക്കളായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.